ഇന്ന് നമുക്ക് ഷവർമ ബ്രെഡ് ബോക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഷവർമ ബ്രെഡ് ബോക്സ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. സവാള, തക്കാളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, കുക്കുംബർ, ക്യാബേജ്, മല്ലിയില ഇവയൊക്കെ 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കുള്ള ചിക്കനെ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ച് പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എടുക്കാം. ചിക്കൻ കൂടിയാലും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടിയേ ചെയ്യുള്ളൂ, കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് വരെ എടുക്കാം. പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മയോണൈസ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണൈസാണ്. ഇത് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, 2 മിനിറ്റിൽ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഈ ഷവർമ ബ്രെഡ് ബോക്സ് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എല്ലാ വെജിറ്റബിൾസും 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്താൽ മതി. വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ചിക്കൻ കുക്കായിട്ട് കിട്ടും. പിന്നെ ചിക്കനും പിച്ചെടുക്കുമ്പോഴേക്കും ഏകദേശം ഒരു 5 മിനിറ്റ് മതി. പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് ബ്രെഡിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാൻ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും വലിയ ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. എനിക്കിവിടെ ചെറിയ ബ്രെഡാണ് കിട്ടിയത്. അപ്പോൾ ചെറിയ ബ്രെഡ് ആകുമ്പോൾ നമ്മളിവിടെ എഡ്ജും കൂടെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അതൊന്നുകൂടെ ചെറുതാവും. നമുക്കിതിൽ ഫില്ലിങ് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ഫില്ലിങ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും വലിയ ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നോക്കുമ്പോഴാണ് ബ്രെഡിൻ്റെ വലിപ്പം ശ്രദ്ധിച്ചത്. ഇപ്പോൾ എല്ലാ ബ്രെഡും അരികെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ബ്രൗൺ പോർഷന് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത് ചൂടാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന്. ഇപ്പോൾ ബാക്കി വന്ന ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ചിക്കൻ വേവിച്ച് പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഷവർമ പോളയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് കട്ട് ചെയ്ത് ചേർത്താലും മതി. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ചിക്കൻ ഒന്നുകൂടെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനും വെജിറ്റബിൾസൊക്കെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബ്രെഡിൻ്റെ അരിക്കൊക്കെ കളഞ്ഞൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഫില്ലിങ്സ് റെഡിയാക്കുന്നതാണ് നല്ലത്. നമ്മൾ ആദ്യം ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ട് പിന്നീടാണത് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൽ തക്കാളി, കുക്കുംബറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഫില്ലിങ് ആകെ ഒരുമാതിരി ആയി പോവും. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസും ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡ് മയോണൈസാണ് ചേർക്കുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച മൈദയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗമ്മ് വെച്ചിട്ടാണ് നമ്മൾ 2 ബ്രെഡുകൾ തമ്മിൽ ഒട്ടിച്ചെടുക്കുന്നത്.
ഇനി ഇതിലേക്കുള്ള 2 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ചിട്ട് അല്പം ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ബ്രെഡ് ബോക്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരു പീസ് അരികൊക്കെ കളഞ്ഞെടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ 4 സൈഡിലും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച മൈദ കൊണ്ടുള്ള ഗമ്മ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് 1 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം. ഇനി ഇതിന് മുകളിൽ മറ്റൊരു ബ്രെഡിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ബ്രെഡ് ബോക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടി കൊണ്ട് പൊതിഞ്ഞെടുക്കാം. കോഴിമുട്ട കൊണ്ട് മുക്കി അതേ കൈ കൊണ്ട് ബ്രെഡ് പൊടി കൊണ്ട് പൊതിയുമ്പോൾ കയ്യിൽ ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കൈ ഒന്ന് തുടച്ചതിന് ശേഷം ബ്രെഡ് പൊടിയിൽ കവർ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ബോക്സസും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഷവർമ ബ്രെഡ് ബോക്സ് നമുക്ക് 2 തരത്തിൽ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ 2 ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ ആദ്യം ബ്രെഡ് നിറച്ചത് ചെയ്തില്ലേ, 4 ബ്രെഡ് വെച്ചിട്ട് ഉള്ളിലൊരു ഹോളൊക്കെ വെച്ചിട്ട്, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഫില്ലിങ് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഈ ഷവർമയുടെ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ബ്രെഡ് നിറച്ചത് ചെയ്തതുപോലെ ചെയ്യാം കേട്ടോ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് സെൻറ്ററിൽ കട്ട് ചെയ്താൽ തന്നെ ഒരാൾക്ക് വയറ് നിറയാനുള്ളതായി. മറ്റത് ഒന്നുകൂടെ വലുതാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗി. നമ്മളിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുമ്പോൾ അതാണ് ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുന്നത്. ബ്രെഡ് ബോക്സ് ആകുമ്പോൾ നല്ലൊരു ബോക്സ് ആയിട്ട് തോന്നുകയും ചെയ്യും. ഇനി നമുക്ക് ബ്രെഡ് ബോക്സ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ബ്രെഡ് ബോക്സസും വെച്ച് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളിതിൻ്റെ സൈഡ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഗം ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വിട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബോക്സിൻ്റെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബോക്സ് 2 ഭാഗം കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഷവർമ ബ്രെഡ് ബോക്സ് തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്